ആന്റി ഖത്തർ അങ്കമാലിയിലെയും അയൽ പഞ്ചായത്തുകളിലെയും എണ്ണമറ്റ ജീവിതങ്ങളെ സ്പർശിക്കുന്ന ഖത്തറിന്റെ മുൻനിര ചാരിറ്റബിൾ പ്രോഗ്രാമായ സ്നേഹസ്പർശം ശക്തിപ്പെടുത്തുന്നതിന് ഫണ്ട് സ്വരൂപിക്കുന്നതായി ഭാരവാഹികൾ. ഞങ്ങൾ ഖത്തർ അങ്കമാലി NRI അസോസിയേഷനിൽ നിന്നുള്ള പ്രതിനിധികളാണ്. ഖത്തർ അങ്കമാലി NRI അസോസിയേഷൻ്റെ പ്രസ് മീറ്റ് ഇവിടെ നടത്താനുള്ള കാരണം ഈ വരുന്ന നവംബർ 28-ന് ഒരു മെഗാ ഇവൻ്റ് ഞങ്ങൾ ഖത്തറിൽ നടത്തുന്നുണ്ട്. അതിനു മുന്നേ ഖത്തർ അങ്കമാലി അസോസിയേഷനെ പറ്റി 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ 10 വർഷമായി ഖത്തറിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് അങ്കമാലി മുനിസിപ്പാലിറ്റിയും അങ്കമാലിയോട് ചേർന്ന് കിടക്കുന്ന ഒരു 14 പഞ്ചായത്തിലുള്ള അംഗങ്ങൾ കൂടിയിട്ടുള്ളൊരു അസോസിയേഷനാണ് ഖത്തർ അങ്കമാലി NRI അസോസിയേഷൻ. ഈ അസോസിയേഷൻ്റെ ഇത്ര നാളുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ സ്റ്റേറ്റിലേക്ക് നാട്ടിലേക്ക് നമ്മൾ ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ അസോസിയേഷൻ ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ കൾച്ചറൽ സെൻറ്ററിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള അസോസിയേഷനാണ്. ഖത്തറിലെ മുൻപന്തിയിൽ നിൽക്കുന്ന അസോസിയേഷനുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു അസോസിയേഷൻ തന്നെയാണ് ഖത്തർ അങ്കമാലി NRI അസോസിയേഷൻ. നാട്ടിൽ ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്കമാലി പരിസരത്തും അതേപോലെ കേരള സ്റ്റേറ്റിലുമായിട്ട് നമ്മൾ ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ കാരുണ്യപരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വീട് വെച്ച് കൊടുക്കുവാനും അതേപോലെ തന്നെ ഹോസ്പിറ്റൽ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പത്താം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ആൻഡ്രിയ സ്നേഹസ്പർശം എന്ന് പറഞ്ഞൊരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ മെഗാ ഇവൻ്റ് നമ്മൾ അപ്പം 10ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആൻഡ്രിയ സ്നേഹസ്പർശം എന്നൊരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി കഴിഞ്ഞ മാസങ്ങളിൽ 100ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങളും അതോടൊപ്പം തന്നെ മെഡിക്കൽ എയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്, ഇപ്പോൾ അങ്കമാലി ഭാഗത്തുനിന്നും എല്ലാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു മെഗാ ഇവൻറ്റും അതിൽ വരുന്ന ഭാഗമായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഈ സ്നേഹസ്പർശത്തിൻ്റെ ഇനിഷ്യേറ്റീവാണ് ഇപ്പം തുടങ്ങുന്നത്. ഈ സ്നേഹസ്പർശം തുടങ്ങിയതിന് ശേഷം അസോസിയേഷന് കുറേ റിക്വസ്റ്റുകൾ വരുന്നുണ്ട് നാട്ടിൽ നിന്ന്. അപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് ചെയ്തിരുന്ന പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ഞങ്ങളൊരു മെഗാ ഇവൻ്റ് തന്നെ ഖത്തർ നാഷണൽ കൺവെൻഷൻ സെൻറ്റർ, ഖത്തറിലെ ഏറ്റവും വലിയൊരു കൺവെൻഷൻ സെൻറ്ററാണ്. അവിടെ ഒരു ഇവൻ്റ് നടത്താൻ ആഗ്രഹിക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കാരുണ്യ പ്രവർത്തനത്തിലേക്ക് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ പേര് അങ്കമാലി കല്യാണ തലേന്ന് എന്നാണ്. അതങ്ങനെ ഒരു പേര് വരാൻ കാരണം അങ്കമാലിയുടെ കൾച്ചർ നമുക്കവിടെ പ്രസൻറ്റ് ചെയ്യാൻ എന്നുള്ള താല്പര്യപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ അങ്കമാലിയിലുള്ള ബിസിനസ് ഐക്കൺസിനെയും കൂടെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെഗാ ഇവൻ്റ് അവിടെ നടത്തുന്നത്. അതിനായിട്ട് സിനിമാ ഫീൽഡിൽ നിന്ന് രമ്യ നമ്പീശൻ, പിന്നെ അതേപോലെ സിദ്ധാർത്ഥ് മേനോൻ, പിന്നെ കലാഭവൻ നവാസ് എന്നിവരുൾപ്പെടുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. കലവൻ സതീഷ് ഉള്ള ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ ചെമ്മീൻ ബാൻഡ്, അത് കൊച്ചിയിലെ ഫേമസ് ബാൻഡാണ് ചെമ്മീൻ ബാൻഡ്. അതുപോലെ തന്നെ സീനിയേഴ്സ് എന്ന പേരുള്ള ഒരു ചെണ്ടമേളം. അതുകൂടാതെ അങ്കമാലി അസോസിയേഷനിൽ തന്നെയുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അവരുടെ എല്ലാം പിന്നെ ഖത്തറിലെ ഫേമസ് ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അങ്കമാലി ഖത്തറിൽ മെയിനായിട്ട് അറിയപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഇതുവഴി നമ്മൾ ഈ കാരുണ്യ പ്രവർത്തനത്തിലേക്ക് നമ്മൾ കൂടുതൽ ശക്തിയോടെ എത്തും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതാണ് നമ്മുടെ ഈ പ്രസ് മീറ്റിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ നമ്മുടെ എം.എൽ.എ വിശിഷ്ടാതിഥിയായിട്ട് എത്തുന്നുണ്ട് ശ്രീ റോജി എം ജോണും. ഈ പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്കമാലി കല്യാണത്തല എന്നുള്ള ഒരു 14 പഞ്ചായത്ത് ആ ഏരിയ ചുറ്റോട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ അങ്കമാലി കല്യാണത്തിന്. അത് ഖത്തറിൽ നമ്മൾ എങ്ങനെ അവതരിപ്പിക്കുന്നു ആ രീതിയിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു പോസ്റ്റർ നിങ്ങളുടെ ഇടയിൽ വെച്ച് ലോഞ്ച് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ 2500 ആളുകളാണ് അവിടെ പങ്കെടുക്കുന്ന പരിപാടിക്ക്. ആ 2500 ആളുകൾ ഈ കേരളത്തിലുള്ള എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഈ QNCC ഓഡിറ്റോറിയത്തിൽ വെച്ച്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്ററും കൂടി ഇവിടെ ലോഞ്ച് ചെയ്യുന്ന ഒരു ഉദ്ദേശവും ഞങ്ങൾക്കിതിലുണ്ട്. ഖത്തറിലെ അംഗങ്ങളായിട്ടുള്ള കലാകാരന്മാരെയും കലാകാരികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട്
ഒരു നമ്മുടെ കല്യാണ വീട്ടിൻ്റെ തലേന്ന് ഒരു നാടൻ പരിപാടി എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് അതുപോലെ ഇവിടെ പുതിയ തലമുറയ്ക്ക് ഇതെല്ലാം പരിചയപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾ ഒരു ഇൻഹൗസ് പ്രോഗ്രാം കൂടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് തന്നെ ഇന്നോസായിട്ടൊരു കഴിഞ്ഞ ഒരു വർഷങ്ങളിലായിട്ടൊരു 70ഓളം ഇന്നോസ് കലാകാരന്മാരെ നമ്മൾ തന്നെ വാർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 400ഓളം ഫാമിലീസാണ്. അതിലെ ഒരു 10-70ഓളം കലാകാരന്മാരെ നമ്മൾ വാർത്തെടുക്കാനും ഈ അസോസിയേഷന് സാധിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ആൻഡ്രിയ അസോസിയേഷനും പിന്നെ നമ്മുടെ പരിപാടിയെ പറ്റിയുള്ളൊരു ബ്രീഫ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും ചോദിക്കും? ഇതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലഘുരേഖ.